ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ലൊരു ദിവസം ഈ കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് ഉണ്ടാകട്ടെ. ഈശോയുടെ കൂടെ നീ ജീവിതത്തെ നയിക്കുമ്പോൾ നിനക്ക് ജീവിതത്തിൽ ഒന്നിനെയും പേടിക്കാനില്ല. നിനക്ക് സമ്പത്തുണ്ടെങ്കിലും ഇല്ലേലും, ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലേലും, ബന്ധങ്ങളുണ്ടെങ്കിലും ഇല്ലേലും, ചുറ്റുപാടുകളുണ്ടെങ്കിലും ഏത് തരത്തിലായാലും ഒന്നിനെയും പേടിക്കാനില്ല. കുറവുകളുടെ മധ്യത്തിൽ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി ജീവിക്കാനായിട്ട് ഈ ഈശോ നിന്നെ സഹായിക്കും. അതാണ് നീ ഈശോനെ കൂട്ടുപിടിച്ചാൽ നിനക്കുള്ള ഒരു വ്യത്യാസം. ഈശോനെ മറക്കാതെ എപ്പോഴും കൂട്ടുപിടിക്കണം. ഈശോ 5,000 പേർക്ക് വേണ്ടി വർദ്ധിപ്പിക്കുന്ന ഒരു അവസരത്തിൽ ഈശോ അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് വചനം പറയുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 14-ാമത്തെ അധ്യായം, അതിൽ 20-ാമത്തെ തിരുവചനം. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. വചനം പറയുകയാണ്, അവർ തൃപ്തരായി. ഒന്നുമില്ലായ്മയിലാണ് അവർ തൃപ്തരായതെന്ന് ഓർക്കണം. എന്തുകൊണ്ടാ? കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. നിന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിലും നിനക്ക് തൃപ്തി ഉണ്ടാകും, നിനക്ക് സന്തോഷം ഉണ്ടാകും, നിനക്ക് ഐശ്വര്യം ഉണ്ടാകും. പ്രിയ സഹോദര സഹോദരി, ഈ കർത്താവിൻ്റെ സാന്നിധ്യം നീ ജീവിതത്തിലൊന്ന് ഉറപ്പുവരുത്തണം. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് ഒന്ന് കരങ്ങളൊന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നീ കൂടെയുണ്ടെങ്കിൽ തൃപ്തി ഉണ്ടാകുമെന്ന്, നീ കൂടെയുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാകുമെന്ന്, നീ കൂടെയുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാകുമെന്ന്, നീ കൂടെയുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യം ഈ വ്യക്തിക്ക് നീ പ്രദാനം ചെയ്യണമേ. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അഭിഷേകം ഈ വ്യക്തിയോട് കൂടെ ഈ ദിവസം മുഴുവൻ നിറഞ്ഞു നിൽക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ്